ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ പറഞ്ഞതായി കാണുന്നില്ല. പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന ആഹ്വാനമുണ്ട്. ഫാത്തിമുൽ ഹജ്ജ് വൽ ഉംറത്ത് ലില്ലാഹ്. നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു അസ്സൗമു ലി ഇതുപോലെയുള്ള ഒരു പ്രയോഗം മറ്റു ഇബാദത്തുകളെ കുറിച്ച് നടത്തിയതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ നോമ്പിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഒരു പരസ്യമായ ഒരു കർമ്മം, ഒരു പ്രവൃത്തി മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ള ഒരു കാര്യവും നോമ്പിനില്ല. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് തീർച്ചയായും ഉപേക്ഷകളാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പലതും നിർത്തിവെക്കുക, ചെയ്യാതിരിക്കുക. അത് മാത്രമാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെ ശരീരത്തിന്റെ അകത്തേക്ക് ഒന്നും കടത്തി വിടാതിരിക്കുക. ഇത് ജനങ്ങൾക്കിടയിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരു റൂമിന്റെ അകത്ത് വാതിലടച്ച് സ്വകാര്യമായി തിരിക്കുക. എന്നാൽ നോമ്പനുഷ്ഠിച്ചൊരു വ്യക്തി അവൻ ഭക്ഷണം കഴിക്കാനുള്ളതല്ല. അത് വലിയ സിറാണ്, രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്നെ കാണുന്നു എന്ന ഒരു വിചാരം നോമ്പുകാരനെ എപ്പോഴും അവന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ പേര് മഹത്തുക്കൾ പറയാറുള്ളത് മുറാഖബ എന്നാണ്. ഒരാൾ റൂമിൽ വാതിലടച്ച് സ്വകാര്യമായി ഇരിക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിശപ്പുണ്ട്, ദാഹമുണ്ട്. എന്നാലും അദ്ദേഹം ഒന്നും ഭക്ഷിക്കുന്നില്ല, ഒന്നും കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ആരാ കാണാൻ? ആരും കാണാനില്ല. പക്ഷെ അല്ലാഹു കാണുന്നു എന്ന ഒരു വിചാരം ഒരു നോമ്പുകാരന്റെ മനസ്സിൽ നോമ്പനുഷ്ഠിച്ച മുതൽ അത് തുറക്കുന്നത് വരേക്കും നീണ്ടു നിൽക്കുന്ന ഒരു മഹാ ആത്മീയമായ ലോകത്ത് മഹാന്മാരായ ആളുകൾ നോമ്പല്ലാത്ത കാലത്തും പതിവാക്കി ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുറാഖബ എന്ന് പറയുന്നത്. നോമ്പ് കാലത്ത് മാത്രമല്ല, നമുക്ക് നോമ്പിന്റെ പകൽ സമയത്ത് മാത്രമാണ് ഈ വിചാരമുള്ളത്. സുബഹി മുതൽ മഗ്രിബ് വരെ ഈ വിചാരം എല്ലാവരും മനസ്സിലുണ്ട്. ആർക്കൊന്നും കൊടുത്താൽ ആരൊന്നും കഴിക്കൂല. എന്താ കാരണം? നോമ്പ് മുറിയും, അല്ലാഹു കാണും എന്നൊരു വിചാരം. എന്നാൽ മഹത്തുക്കളായ ആളുകൾ ഈ 10, 12, 14 മണിക്കൂറിൽ മാത്രമല്ല, രാത്രിയുമുണ്ട് അവർക്ക്, നോമ്പല്ലാത്ത കാലത്തുമുണ്ട്, എല്ലാ കാലത്തും അവരുടെ മനസ്സിൽ വളരെ പവിത്രമായി കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു മനോഭാവമാണ് മുറാഖബ എന്ന് പറയുന്നത്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം നോമ്പിന്റെ ഒരു പ്രത്യേകമായ സിറായി, രഹസ്യമായി അത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു അസ്സൗമു ലീ, നോമ്പ് അത് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, അതിന് ഞാൻ പ്രതിഫലം കൊടുക്കും. എത്രയാണ് കൊടുക്കുന്നത്? അത് എത്രയും കൊടുക്കും. അത് കണക്കാക്കിയിട്ടില്ല. അത്രയും പ്രാധാന്യമുള്ളൊരു വിഭാഗത്തിൽ നോമ്പ്. അല്ലാഹു നമ്മുടെ നോമ്പെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ വർഷവും പള്ളിയിൽ നൂറുകണക്കിന് ആളുകൾ നോമ്പ് തുറക്കാനുണ്ടാവാറുണ്ട്. ഈ വർഷവും ഇന്നലെയും മിനിയാന്നുമൊക്കെ ധാരാളം ആളുകൾ നോമ്പ് തുറക്കാനുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊറോണയുടെ ആരംഭം, പള്ളിയില്ല, നിസ്കാരമില്ല, ജുമുഅയില്ല, എല്ലാം ബന്ധായി പോയി. ഈ വർഷവും രോഗക്കെടുതിയിൽ നിന്ന് മോചിതരായിട്ടില്ല. എപ്പോഴും ലോക്ക്ഡൗൺ വന്നേക്കാം.
നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങളെ നോമ്പ് തുറപ്പിക്കാൻ കഴിയണം. ധാരാളം ആളുകൾക്ക് സൗകര്യമാണ്, കച്ചവടക്കാർക്കും അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുമാർക്കും അടുത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്പെടുന്ന ഒരു സേവനമാണ് നമ്മുടെ ഇഫ്താർ. വെറും ഒരു കാരക്കയും വെള്ളവും കൊടുത്ത് നോമ്പ് തുറപ്പിക്കുകയല്ല, ഭക്ഷണം അടക്കം കൊടുത്ത് അവർക്കാവശ്യമായ ഒരു നേരത്തെ ഭക്ഷണമാണ് നൽകുന്നത്. പള്ളി തുടങ്ങിയ അന്ന് മുതൽ കഴിഞ്ഞ വർഷം ഒഴികെ മറ്റെല്ലാ വർഷങ്ങളിലും ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഈ പള്ളിയിൽ വരുന്ന മുഅ്മിനീങ്ങളാണ് അതിലേക്ക് സംഭാവന നൽകാറുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ ഇഫ്താറിലേക്ക് നിങ്ങളൊക്കെ സംഭാവന നൽകണം. ഒരു ദിവസത്തിന് ഇന്നലെ മാത്രം 3000-ലധികം അതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ വിറക്, അതുപോലെ അത് പാചകം ചെയ്യുന്ന പണ്ടാരിക്കുള്ള കൂലി, ഇങ്ങനെ എല്ലാം കൂട്ടുമ്പോൾ അതിനപ്പുറം വരും. ഇനി കുറച്ചും കൂടി ലാസ്റ്റ് എത്തുമ്പോൾ സാധാരണഗതിയിൽ റമദാനിന്റെ ബദരീം കൂടെ ആണ്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടൗണുകളൊക്കെ സജീവമാകുമ്പോൾ പിന്നെ പള്ളി നിറയെ ആളുകളുണ്ടാവും. അപ്പോൾ 4000 കൊണ്ടോ 5000 കൊണ്ടൊന്നും തികയൂല. 10000 വരെ അല്ലെങ്കിൽ അതിനപ്പുറം വരെ ചെലവ് ഒരു ദിവസത്തിന് വരാറുണ്ട്. അങ്ങനെ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സഹായിച്ചവരാണ് നമ്മുടെ മുഅ്മിനീങ്ങൾ. അല്ലാഹു അതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വർഷവും നിങ്ങളൊക്കെ അതിലേക്ക് ഓരോ ദിവസത്തെ കഴിയുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള സംഖ്യയുടെ പകുതി ഇപ്പോ കണക്കാക്കിയിട്ടുള്ളത് 4000-ആണ്. ചിലപ്പോൾ അത് കൂടും, അടുത്ത ആഴ്ച വരുമ്പോൾ ചിലപ്പോൾ കൂടിയെന്ന് വരാം. എത്രയാണെങ്കിലും ഒരു ദിവസത്തെ 4000 വെച്ച് നിങ്ങളൊക്കെ അതിലേക്ക് എഴുതുകയും കൊടുക്കുകയും ചെയ്യണം. ഇനി പ്രസംഗത്തിന്റെ ഇടയിൽ ചിലപ്പോൾ എഴുത്ത് ഇങ്ങനെ വരും, അപ്പൊ നിങ്ങളൊക്കെ അതുമായി സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ആ പറഞ്ഞത് അവിടെ എഴുത്ത് ഉദ്ഘാടനമായി നിർവഹിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മുടെ ഈ റഹ്മത്തിന്റെ പത്തിൽ അവന്റെ കാരുണ്യം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ. കുഞ്ഞു ഹാജി, അതുപോലെ ഉമർ ഹാജി, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? നോമ്പ് 5 ആണ്ടാണ്. അപ്പോൾ മൻസൂർ ഉസ്താദിന്റെ 12-ന്റെ അന്നത്തെ നോമ്പ് ഇഫ്താർ അദ്ദേഹത്തിന്റെ. അപ്പോൾ മൻസൂർ ഉസ്താദിന്റെ അന്നത്തെ ശ്രദ്ധിക്കല്ലേ, ഹോട്ടൽ അവർ അറിയായി ഒരു ദിവസം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പവിത്രമായ ഈ മാസത്തിന്റെ റഹ്മത്തിന്റെ ദിനങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ റമദാനിന്റെ 4 ദിവസം 4ാമത്തെ നോമ്പാണ് ഇന്ന്. 3 ദിവസം പിന്നിടുകയുണ്ടായി. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് ലഭിക്കാത്ത വസ്തുക്കൾ ഇല്ല. റഹ്മത്തി സബഖത്ത് ഗദബി, റഹ്മത്തി വസിഅത് കുല്ല ശൈഇ. എല്ലാ വസ്തുക്കളിലും എൻ്റെ കാരുണ്യം വളരെ വിശാലമായിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവർ ലോകത്ത് ജനിക്കൂല. എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആദ്യമായി ലഭിച്ച കാരുണ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വജൂദാണ്, നമ്മുടെ സൃഷ്ടിപ്പാണ്. ആ വജൂദ് അത് തന്നെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ രോഗവും അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ. നല്ല ആഫിയത്തും സിഹത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ പവിത്രമായ വളരെ വിശാലമായ റഹ്മത്ത്, ആ റഹ്മത്ത് ലഭിക്കാത്ത ഒരു വസ്തുവും ലോകത്ത് ജനിക്കില്ല. ആദ്യമായി നമ്മൾ എല്ലാവരും അല്ലാഹുവിന്റെ റഹ്മത്ത് ആസ്വദിച്ചത് എപ്പോഴാണ്? നമ്മുടെ സൃഷ്ടിപ്പ് കൊണ്ടാണ്. എന്നാൽ ഈ റഹ്മത്ത് നമ്മൾ ചോദിച്ചു കിട്ടിയതാണോ? അല്ല. ചോദിക്കാൻ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ. പിന്നെ അത് ചോദിച്ചു വാങ്ങാൻ അത് ചോദിച്ചു വാങ്ങിയതല്ല. അത് അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്
ലഭിച്ചിട്ടുള്ളതാണ്. ഈ റഹ്മത്ത് മുസ്ലിംകൾക്ക് മാത്രമല്ല, കാഫിര്യങ്ങൾക്കുണ്ട്, മുസ്ലിമീങ്ങൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്, മനുഷ്യേതര ജീവികൾക്കുണ്ട്. ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സർവ്വ വസ്തുക്കൾക്കും ഈ റഹ്മത്തുണ്ട്. എല്ലാ വസ്തുവിലും വിശാലമായി പരന്നു കിടക്കുകയാണ് അല്ലാഹുവിന്റെ കാരുണ്യം. ആ കാരുണ്യം ആരും ചോദിച്ചു വാങ്ങിയതല്ല. അത് അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അല്ലാഹു നൽകിയതാണ്. ചോദിച്ച് വാങ്ങിയിട്ടുള്ള റഹ്മത്ത് നമ്മൾ ജീവിതത്തിൽ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ വളരെ കുറവായിരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ വെറും ഒരു പച്ചത്തടിയായി മാത്രമല്ല ജനിച്ചിട്ടുള്ളത്. ആ തടിക്ക് നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ പരിസരത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ കണ്ണ് തന്നിട്ടുണ്ട്, അതിന് കാഴ്ച തന്നിട്ടുണ്ട്, കാത് തന്നിട്ടുണ്ട്, അതിന് കേൾവി ശക്തി തന്നിട്ടുണ്ട്, സംസാരിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്, ചിന്തിക്കാൻ മനസ്സ് തന്നിട്ടുണ്ട്, നടക്കാൻ കാല് തന്നിട്ടുണ്ട്, കൈകാലുകൾ തന്നിട്ടുണ്ട്, ശരീരത്തിന് ഭംഗി തന്നിട്ടുണ്ട്, ഉറങ്ങാൻ സൗകര്യം നൽകിയിട്ടുണ്ട്, ഉറക്ക് തന്നിട്ടുണ്ട്, ഉണർവ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ശരീരത്തിന് ആവശ്യമായ എത്രയോ ഉപകാരപ്രദമായ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് നമ്മൾ ചോദിച്ചു വാങ്ങിയത്? ഒന്നും ചോദിച്ചു വാങ്ങിയതല്ല. എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകിയതാണ്. ഇത്രയും ഈ റഹ്മത്തുകൾ ഇങ്ങനെ ആർക്കെല്ലാം ലഭിച്ചു? എല്ലാ വസ്തുക്കൾക്കും ലഭിച്ചു. ആ റഹ്മത്തിന്റെ മറവിലാണ്, അതിന്റെ ആ റഹ്മത്തിന്റെ ആഴിയിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റഹ്മത്തിനെ കാണാൻ കഴിയുന്നില്ല. വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിന്റെ ആഴവും അതിന്റെ പരപ്പും വിശാലതയും കാണാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അന്ന് കരക്ക് കയറി നോക്കുമ്പോഴേ അതിന്റെ വലുപ്പവും അതിന്റെ വിശാലതയൊക്കെ കാണാൻ കഴിഞ്ഞു പോയുള്ളൂ. റഹ്മത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വലുപ്പം കാണാതെ പോകുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നതിന് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത എന്താണ്? അല്ലാഹുവിന് നന്ദി ചെയ്യുക എന്നതാണ്. പടച്ച റബ്ബിന്റെ റഹ്മത്ത്, ആ റഹ്മത്ത് 100ആയി അംശയിക്കപ്പെടുകയും അതിൽ ഒരു വിഹിതം മാത്രമാണ് ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുള്ളതെന്നും ബാക്കി 99 റഹ്മത്തും പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു വിതരണം ചെയ്യാൻ പോകുന്നു എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മ മക്കളെ സ്നേഹിക്കുന്നതും കൃപയോടുകൂടെ പരിപാലിക്കുന്നതും ഏതൊരു ജീവിയും തന്റെ സഹജീവിയോട് കാണിക്കുന്ന കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു ഇറക്കിയ റഹ്മത്തിന്റെ ഒരു അംശത്തിൽ നിന്നാണ്. പരസ്പരം കടിച്ചു കീറാതെ ഐക്യത്തോടുകൂടെ സഹോദര്യത്തോടുകൂടെ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ആ ഒരു അംശമാണ്. ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റു ജീവികൾക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം, അവരിൽ നിന്ന് മനുഷ്യന് കിട്ടുന്നതായ നന്മകൾ എല്ലാം ഈ റഹ്മത്തിന്റെ ഈ ഒറ്റ റഹ്മത്തിന്റെ ഒരു അംശത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 99 റഹ്മത്തും പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു വിതരണം ചെയ്യാൻ പോകുന്നു. ആ റഹ്മത്തുകൾ ലഭിക്കണമെങ്കിൽ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ട് ചില യോഗ്യതകൾ നേടാനുണ്ട്. അല്ലാഹു തആലയുടെ റഹ്മത്ത് അതിവിശാലമാണ്. പടച്ച റബ്ബിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നതും റഹ്മാൻ റഹീം എന്ന വിശേഷണത്തിലൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് ചെറിയ കുട്ടിക്കും അറിയാലോ, അഗ്ലിഖു അബ്വാബൽ മഅസി ബിൽ ഇസ്തിആദ വഫ്തഹു അബ്വാബത് ത്വാഅതി ബിൽ ബസ്മല. ഒരു ഹദീസിൽ കാണാം, തെറ്റുകുറ്റങ്ങളുടെ വാതിലുകളും കവാടങ്ങളും നിങ്ങൾ അടച്ചിരിക്കണം. ബിൽ ഇസ്തിആദതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന മന്ത്രം കൊണ്ട് നിങ്ങൾ തെറ്റുകുറ്റങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കണേ. വഫ്തഹു അബ്വാബത് ത്വാഅ, സൽക്കർമ്മങ്ങളുടെ ത്വാഅത്തിന്റെ ആരാധനകളുടെ വാതിൽ നിങ്ങൾ തുറക്കണം. ബിൽ ബസ്മലതി,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും എപ്പോഴും പറയുന്ന വാചകമാണ്, തിരുവചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജീവിതത്തെ എപ്പോഴും ശീലമാക്കണം, കൊടുക്കുമ്പോഴും ഇരിക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ. ഈ ഒരു പദത്തിൽ ആദ്യമായി അല്ലാഹുവിന്റെ ഇസ്മ, പിന്നെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അർ-റഹ്മാനി അർ-റഹീം, റഹ്മാനി റഹീം എന്ന ഈ രണ്ട് വാക്യം കൊണ്ടാണ്. ഫാത്തിഹയിൽ വീണ്ടും ആവർത്തിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാരുണ്യം റബ്ബ് തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന 10 ദിനങ്ങൾ. ഈ ദിനങ്ങളിൽ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു വാങ്ങണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ചോദിക്കാതെ തന്നെ തരുന്നവനാണ്. അർ-റഹ്മാൻ എന്നതിന് ഒരർത്ഥം കാണാം, അല്ലാഹുവിനോട് ചോദിക്കാത്തവരോട് ദേഷ്യപ്പെടുന്നവൻ. അല്ലാഹു റഹ്മാനാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, ചോദിക്കാത്തവരോട്, പ്രാർത്ഥിക്കാത്തവരോട് അല്ലാഹുവിന് വലിയ ദേഷ്യമാണ്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യാത്ത നിരവധി ആളുകൾ ഉണ്ടാകും. നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാറുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ റബ്ബിലേക്ക് ദുആ ചെയ്യാറില്ല. ദുആ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ എന്ന മനോഭാവമാണ്. അവരൊന്ന് കൈ ഉയർത്തിയിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്യണമെങ്കിൽ വലിയ മാരകമായ രോഗങ്ങൾ വരണം, അതല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരണം. അപ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ അവന്റെ മുമ്പിൽ എല്ലാ മാർഗങ്ങളും അടയുന്ന സമയത്ത് അപ്പോഴല്ലേ ദുആ ചെയ്യേണ്ടതുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച ധാരാളം മുസ്ലിമീങ്ങളെ കാണാം. അല്ലാഹു ആരാണ്? റഹ്മാനാണ്. റബ്ബിനോട് ചോദിക്കാത്തവരോട് അങ്ങേറ്റം വെറുപ്പുള്ളവനാണ്. മനുഷ്യരോ അവരോട് ഒരു പ്രാവശ്യം ചോദിച്ചാൽ, 2 പ്രാവശ്യം ചോദിച്ചാൽ പിന്നെ ചോദ്യം കൂടുന്നതിനനുസരിച്ച് മനുഷ്യർക്ക് വെറുപ്പും ദേഷ്യവും വരും. ഒരു വിദ്യാർത്ഥി, ഒരു മകൻ അല്ലെങ്കിൽ ഒരു സന്താനങ്ങൾപ്പെട്ട ആണായിരുന്നാലും പെണ്ണായിരുന്നാലും രക്ഷിതാവിനോട് ഒരു പ്രാവശ്യം ചോദിച്ചു 100 രൂപ വേണം. രാവിലെ ചോദിച്ചു, ഉച്ചക്കും ചോദിച്ചാൽ രാവിലെ കൊടുത്തവനാണ്. ഉച്ചക്ക് കൊടുത്ത ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാപ്പയുടെ സ്വഭാവം മാറും. പിന്നെ ചോദ്യം കൂടുന്നതിനനുസരിച്ച് പിതാവിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. മക്കളോടാണ് ഇതെങ്കിൽ, അല്ലാത്തവർ കൂടുതൽ ചോദിച്ചാൽ അവരോട് കൂടുതൽ ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പടച്ച റബ്ബ് അങ്ങനെയല്ല. അല്ലാഹുവിനോട് എത്ര കണ്ട് ചോദിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തആലയുടെ മുമ്പിൽ കയ്യുയർത്തി നിൽക്കുമ്പോൾ അതൊരു താഴ്മയും വിനയവുമാണ്. ആ വിനയം കാണാനാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. ഒരു അടിമയിൽ നിന്ന് ഉണ്ടാവേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദുആ എപ്പോഴും അധികരിപ്പിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ റബ്ബിനോട് ദുആ ചെയ്യണം, റബ്ബേ നീ സ്വീകരിക്കണേ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ദുആ ചെയ്യണം, റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു, നിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പ് തുറന്നു, നീ ഒന്ന് കബൂൽ ചെയ്യണേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യകഅബയെ നിർമ്മിച്ചിട്ട് അവിടുന്ന് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ദുആ ചെയ്തു. എന്തിനാ ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഇതൊക്കെ സ്വീകരിക്കൽ. ആ ഒരു ദുആ അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്നു. ദുആ ചെയ്യാത്തവരോട് റബ്ബിന് വലിയ ദേഷ്യമാണ്. ഇത് നമ്മുടെ മനസ്സിന്റെ അകത്ത് എപ്പോഴും ഒത്തിവെക്കേണ്ട ഒരു ആശയമാണ്. രാത്രി സമയത്ത് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യുക. ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട്, പരിഹാരം. ആ പരിഹാരത്തിനെല്ലാം അല്ലാഹു മാത്രമാണ്. الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين
റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു ആശയമാണ്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അവനാണ് എന്നെ ഹിദായത്താക്കുന്നവൻ. അതുകൊണ്ട് ഹിദായത്ത് റബ്ബിനോട് ചോദിക്കണം. സ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എത്ര തവണ ചോദിക്കണം? ഒരു ദിവസം 17 പ്രാവശ്യം റബ്ബിനോട് ചോദിക്കണം. 5 വക്ത് നിസ്കാരത്തിൽ 17 റക്അത്തുണ്ടല്ലോ. ഓരോ റക്അത്തിലും ഫാത്തിഹയുടെ പാരായണം നിർബന്ധമാണ്. ആ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റബ്ബിനോട് ഹിദായത്ത് ചോദിക്കണം. അത് ചോദിക്കാത്തവൻ തെറ്റുകാരനാണ്. അവൻ നിസ്കരിക്കാത്തവനാണ്. നിസ്കരിക്കാത്ത ഒരാളും ആ ചോദ്യം ചോദിക്കുന്നില്ല. വിശുദ്ധ റമദാൻ വരുമ്പോൾ അപ്പോൾ മാത്രം നിസ്കരിക്കുന്നവരുണ്ടാകും. റമദാനിൽ കൃത്യമായി നിസ്കരിക്കുന്നവർ. അല്ലാത്ത മാസങ്ങളിൽ പലപ്പോഴും പല നിസ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയാണ് നഷ്ടപ്പെട്ടത് അറിയില്ല. ഖദാ വീട്ടാറുണ്ടോ? ചിലതെല്ലാം ഖദാ വീട്ടിയിട്ടുണ്ട്, ചിലതൊന്നും ഖദാ വീട്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഹിദായത്തിന് ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വഴിപിഴച്ചവനാണ് അവൻ. ഹിദായത്ത് റബ്ബിനോട് ചോദിക്കണം. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. എനിക്ക് ഭക്ഷണം തരുന്നവൻ, എനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തരുന്നവൻ റബ്ബാണ്. ചിലപ്പോൾ ഭക്ഷണം നമ്മുടെ മാതാവ് പാചകം ചെയ്തു തരുന്നു, ഉമ്മ പാചകം ചെയ്തു തരുന്നു, ഭാര്യ പാചകം ചെയ്തു തരുന്നു. ആ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ ആ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ആശയം വരണം. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നവൻ, ഭക്ഷിക്കാൻ ഈ ഭക്ഷണം തരുന്നവൻ സാക്ഷാൽ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫ്തഹു അബ്വാബ ത്വാഅത്തി ബിൽ ബസ്മല. ബിസ്മി കൊണ്ട് ത്വാഅത്തിന്റെ വാതിലുകൾ തുറക്കാൻ. അതാ ബിസ്മി ഇങ്ങനെ ചൊല്ലുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മയാകും. അങ്ങനെ ഓർമ്മയാക്കുന്ന തരത്തിലാണ് ബിസ്മിയെ പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ കാണേണ്ടത്? വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. അല്ലാഹുവാണ് എനിക്ക് ഭക്ഷണം തരുന്നവൻ, അല്ലാഹുവാണ് എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നവൻ. അതുകൊണ്ട് ആ റബ്ബിന്റെ നാമത്തിൽ ഞാൻ കഴിക്കുന്നു. നല്ലൊരു മുഅ്മിൻ, അച്ചടക്കമുള്ള മുഅ്മിൻ, എന്തൊരു അനുസരണയുള്ള മുഅ്മിൻ. ഇവനല്ലേ ശരിക്കും അടിമ. ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമ. പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ ഒരു ആയത്ത് തന്നെയുണ്ട്. ഇബാദുർ റഹ്മാൻ, റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അല്ലാഹുവിന്റെ സ്വഭാവം നമ്മൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഏറ്റവും വളരെ പവിത്രമായ 2 വിശേഷണം റഹ്മാൻ റഹീം. എല്ലാവരോടും കരുണയുള്ള മനസ്സ്, കാരുണ്യമുള്ള മനസ്സ്. മക്കളോടും കുടുംബത്തോടും ഒക്കെ. പരിശുദ്ധ റമദാൻ ശരീഫ് വന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്വയിൽ പറഞ്ഞത് കാണാം. വഇക്സാറുസ് സദഖ, സദഖ അധികരിപ്പിക്കണം, ധർമ്മം അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് നല്ല ചൂട് കാലമാകുമ്പോൾ പല ആളുകൾക്കും ജോലിക്ക് പോകാൻ കഴിയാതെ വരിക, തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ വരിക, കുടുംബം പോറ്റണ്ടേ. അടുക്കളയിലേക്ക് ഇഫ്താറിന്റെ സമയത്ത് ഭാര്യയും മക്കളൊക്കെ വരുമ്പോ അവർക്കൊരു സന്തോഷം വേണ്ടേ? നോമ്പ് പിടിക്കാനൊരു സന്തോഷം വേണ്ടേ? വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. ഭക്ഷണം കുറവാണെങ്കിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ ഈ നോമ്പ് തന്നെ ഒരു പേടിയായി തോന്നും. അതുകൊണ്ട് ഓരോ മുസ്ലിമിന്റെ വീട്ടിലും വിശുദ്ധ റമദാൻ സുന്ദരമാവണം. അതിനെന്ത് വേണം? പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും, തൊഴിലാളികൾ. അവർക്ക് നല്ല ഒരു റമദാൻ കഴിയാനുള്ള നല്ലൊരു കിറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ നിരവധി ആളുകൾക്ക് കൊടുക്കുക. അത് അധികരിപ്പിക്കണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അവരെ കഷ്ടപ്പാടുകൾ കാണണം. ആ കഷ്ടപ്പാടുകളൊന്ന് ഒഴിവാക്കാനുള്ള, മോചിതരാവാൻ ആവണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടാവണം.
അവരോട് കൃപ തോന്നണം. അതൊക്കെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള വസ്തുക്കൾക്കൊക്കെ നിങ്ങൾ കരുണ ചെയ്യുക, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. റഹ്മത്തിന്റെ ബത്തിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. നിസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം ചൊല്ലി നിർത്തും. നമ്മൾ 1000 തവണയെങ്കിലും ഈ ദിക്ർ വിശുദ്ധ റമദാനിന്റെ 10 ദിനങ്ങൾ കഴിയുന്നതിന്റെ മുമ്പായി റബ്ബ് തആലയോട് ഈ വർഷം ചോദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ അല്ലാഹു നമുക്ക് റഹ്മത്ത് ഇങ്ങനെ ചെയ്തു തരുമ്പോൾ ആ റഹ്മത്തിന്റെ ഭാഗമാണ് ഒന്ന് സ്വതക്ക ചെയ്യാനുള്ള മനസ്സ് വരിക. പാവപ്പെട്ടവരിലേക്ക് കൃപയുടെ കണ്ണുകൊണ്ടൊന്ന് നോക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നത് റബ്ബ് തആല റഹ്മത്ത് കൊടുത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമക്കളെ പുലർത്തുന്ന ആളാണ്. പാവപ്പെട്ട മിസ്കീന്മാരുടെ അവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തുകൊണ്ട്? റഹ്മത്തുൽ ലിൽ ആലമീൻ. പാവപ്പെട്ടവരിലേക്ക് ദാനധർമ്മങ്ങൾ ധാരാളം ഒഴുകേണ്ട മാസമാണ് ശഹ്റുൽ മുവാസാത്ത്. സാന്ത്വന പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. അതിന് വുളൂ ശർത്തില്ല, അതിന് അതിബലക്ക് മുന്നിടൽ ശർത്തില്ല. ധാരാളം ഇബാദത്തുകളുണ്ട്. ഇബാദത്തുകൾക്ക് വുളൂ വേണം, ഔറത്ത് മറക്കണം, ശുദ്ധി വേണം, നിരവധി ശർത്തുകളും ആദാബുകളും ഒക്കെ പറഞ്ഞത് കാണാം. പക്ഷേ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വുളൂ ശർത്താക്കിയതായി എവിടെയും കാണുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമാണ് വേണ്ടത്. എന്താണ്? അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് കൊടുക്കുക. ഇതല്ലാതെ മറ്റൊരു ശർത്തും അതിനില്ല. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് വലിയ 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 പ്രതിഫലം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്ത് അവനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുള്ള മാർഗമാണ് ഇഖ്താറുസ് സദഖ വത്തൗസിഅതു അലൽ അഹ്ലി വൽ അയാൽ. കുടുംബങ്ങൾക്ക്, മക്കൾക്ക് വിശുദ്ധ റമദാനിൽ കൂടുതൽ വിശാലത ചെയ്തു കൊടുക്കുക. സാധാരണഗതിയിൽ അവരുടെ ഭക്ഷണ രീതിയിൽ ഒരല്പം മാറ്റം വരുത്തുക. അവർക്ക് മനസ്സിന് സന്തോഷവും റാഹത്തും വരുന്ന തരത്തിൽ ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ചു വെക്കുക. അടുക്കളയിലേക്ക് വരുന്ന ഉമ്മക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വരുമ്പോ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുമ്പോ ഇന്ന് മാംസമില്ലാത്തത് കൊണ്ട് മക്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ആവേശം ഉണ്ടാവുകയില്ലല്ലോ എന്ന് വിചാരിച്ച് മനസ്സ് നിറഞ്ഞ ഉമ്മമാരുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറയുന്നു, വിശുദ്ധ റമദാനിൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് മക്കൾക്കും കുടുംബത്തിനും സന്തോഷകരമായ രൂപത്തിൽ അവന്റെ ജീവിത നിലവാരം ഉയർത്തുക. ഇത് രക്ഷിതാക്കൾ നാം ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തുവേണ്ടിയും പണിക്ക് പോകേണ്ടി വരും, പണിക്ക് പോവേണ്ടി വരും, അല്ലാതെ എന്ത് കഴിയാം? സാധിക്കുകയില്ല. പക്ഷെ അത്തരം പണിക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോവാതിരിക്കുന്ന ഒരു സാഹചര്യം സമ്പന്നരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നൽകാൻ പറ്റും. ഈ പാവങ്ങളെ സഹായിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് നമുക്ക് കാരുണ്യം കിട്ടും. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ റഹ്മാനായ അല്ലാഹുവിന്റെ ആ സ്വഭാവം, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് അത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും അതിൽ പ്രകാശമായി നിലനിൽക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പഠിപ്പിച്ചു. തെറ്റുകാരായ ആളുകളോട് കൃപ കാണിക്കണം. അവർ മോശമാക്കരുത്, കൊച്ചാക്കരുത്. അവർക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ തുറന്നു കൊടുക്കണം. അവരോട് സ്നേഹത്തോടു കൂടെ പെരുമാറണം. അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. രഹസ്യമായി അവർ ഉപദേശിക്കണം. അവരെ വഷളാക്കാത്ത രൂപത്തിൽ അവരെ നന്നായി ഉപദേശിച്ച് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം ചെയ്യണം. അതൊക്കെ മനസ്സിൽ റഹ്മത്തുണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. വഇബാദുർ റഹ്മാൻ
الذين يمشون على الأرض هونا. റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, ആ അടിമകൾക്കാണ് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അഹങ്കാരമില്ല, അവർക്ക് ഹുങ്കില്ല. വളരെ താഴ്മയോടുകൂടെ ഈ ഭൂമിയിൽ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനായിരിക്കുമെന്ന ചിന്താഗതിയിൽ ജീവിക്കുന്നവർ. അത് ശരിയല്ലേ? നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചപ്പോഴും മനസ്സിൽ കൊടുക്കേണ്ട സന്ദേശം. ഇപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായവൻ ആര് എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഞാൻ പ്രഭാഷണം നടത്തുന്നു, പ്രസംഗിക്കുന്നു, പക്ഷേ പ്രസംഗിക്കുന്ന ഞാനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതൻ എന്ന് പറയാൻ എനിക്കൊരു രേഖയുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല അവന്റെ ഇക്റാം, അവന്റെ ബഹുമതികൾ എത്രയോ ആളുകൾക്ക് പരവിധേനെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളതറിയില്ല. ഇതിൽപ്പെട്ടവന്നാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയുക എന്ന സുബ്ർ. ക്ഷമാശീലരായ ആളുകൾക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കൂ. ആരോടാ പറയുന്നത്? ആർക്കും സന്തോഷം അറിയിക്കാം. സന്തോഷം അറിയിക്കൂ. അങ്ങനെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന ഏതൊരു മനുഷ്യനും, ഏതൊരു വ്യക്തിക്കും ക്ഷമാശീലരായ ഒരാളെ കണ്ടാൽ സന്തോഷം അറിയിക്കാം, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. അല്ലാഹു അനുവാദമല്ലേ? ധാരാളം പരീക്ഷണങ്ങൾ, പലവിധേന പരീക്ഷണങ്ങൾ നൽകപ്പെട്ടിട്ടും അതിലൊന്നും കുലുങ്ങാതെ ക്ഷമയോടുകൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് ആ ക്ഷമ കൊടുത്തത് അല്ലാഹു വലിയ ആദരവ് കൊടുത്തതാണ്. ഒരു പക്ഷേ നമുക്ക് അത്തരം പരീക്ഷണങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പദവിയിലേക്ക് ഉയർന്നിട്ടും ഉണ്ടാവുകയില്ല. ഈ സ്ഥിതിക്ക് ഞാനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതൻ എന്ന് കരുതാൻ ഞാൻ മണ്ടനായി പോവില്ലേ? എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും റബ്ബിന്റെ അടുക്കൽ മറ്റുള്ളവർക്കായിരിക്കും വലിയ മഹത്വം. ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തണം. അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ, ഭൂമിയിൽ ധിക്കാരമില്ലാതെ വളരെ നിന്ദിതരായി താഴ്മയോടുകൂടെ ജീവിക്കുന്നവർ, നടക്കുന്നവർ അല്ലാഹുവിന്റെ അടിമകളാണ്. റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവർ ആരെങ്കിലും വിവരദോഷികൾ അവരോട് വേണ്ടാത്തരം ചെയ്താൽ അവർ അതിന് പ്രതികരിക്കുകയില്ല. അവർ പറയും സലാമ എന്ന് പറഞ്ഞാൽ അതിനെ അതേ നാണയത്തിൽ പ്രതികരിക്കാതെ നിൽക്കുന്നവർ അല്ലാഹുവിനോടും അവന്റെ പടപ്പുകളോടും നല്ല രൂപത്തിൽ പെരുമാറുന്നവർ അല്ലാഹുവിന്റെ അടിമകളാണ്. ഇതൊക്കെ മനുഷ്യർ ഈ സ്വഭാവങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ അപ്പൊ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ കൊണ്ട് നമുക്ക് ഇതൊക്കെ സാധിക്കണം. ഇതൊക്കെ നമുക്ക് സാധിക്കണം. നമുക്ക് റഹ്മത്ത് എന്ന് കേൾക്കുമ്പോൾ സാമ്പത്തിക പുരോഗതി മാത്രം നമ്മൾ കരുതരുത്. അത് റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും അത് നമുക്ക് എന്തായി മാറും? ഇരയായി മാറാറുണ്ട്. സാമ്പത്തിക പുരോഗതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക വികസനമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നമ്മുടെ ശരീരം സുഖിക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ നഫ്സിന്റെ ഒരു സ്വഭാവമാണ് അമ്മാറത്തുൻ നഫ്സ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ശരീരം ചീത്ത കൊണ്ട് വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന ഒന്നാണ് ശരീരം. ആമിർ എന്നല്ല, അമ്മാറത്തുൻ ബിന്നഫ്സ്. നല്ലോണം സമ്മർദ്ദം ചെലുത്തും, ചീത്ത ചെയ്യാ. അത് ശരീരം. ആ ശരീരത്തിന്റെ ചിന്താഗതികൾ വെറും സുഖിക്കണം, കുറെ ഉറങ്ങണം, കുറെ അലസനായിരിക്കണം, കുറെ വെറുതെ ഇരിക്കണം, ഒരു പണിയും ചെയ്യാതെ മടിയനായി അലസനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സമയം കളയണം. അതിനുള്ള പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ നഫ്സ് നമ്മോട് കൽപ്പിക്കുക. വിശുദ്ധ റമദാൻ വന്നപ്പോൾ തറാവീഹ് കഴിഞ്ഞ് 9:30 ആകുമ്പോൾ തറാവീഹ് കഴിഞ്ഞ് വീട്ടിലെത്തി 10 മണിക്കാണ് ഉറങ്ങിയാൽ പിന്നെ 11, 12, 1, 2, 3, 4 മണിക്ക് അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റു. ഇത്ര കുറെ 6 മണിക്കൂർ സമയം. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് 5:30 കിടന്നു. എന്നിട്ടോ 6:30, 7:30, 8:30, 9 ഇങ്ങോട്ട് എഴുന്നേറ്റു. എത്ര മണിക്കൂർ? 10 മണിക്കൂർ ഉറങ്ങന്നെ. 10 മണിക്കൂർ ഉറങ്ങിയിട്ട് റമദാൻ കഴിച്ചു. ശരീരം അങ്ങനെയാണ് ആശിക്കുന്നത്, ഉറങ്ങണം നല്ലോണം. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ.
എന്നിട്ട് വെറുതെ ഇങ്ങനെ 24 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിയാൽ 10 ദിവസം വരുമ്പോ 240 മണിക്കൂറല്ലേ ടോട്ടൽ വരിക. അതിൽ 100 മണിക്കൂർ ഉറങ്ങി. ഇങ്ങനെ നോക്കൂ, ഒരു മാസം കഴിയുമ്പോൾ എത്ര മണിക്കൂറാണ് മനുഷ്യൻ ടോട്ടൽ ഉറങ്ങിയത്? അങ്ങനെ ഉറങ്ങാറില്ല, മഹാന്മാരങ്ങനെ ഉറങ്ങാറില്ല. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഒരു 6-7 ഏറ്റവും കൂടുതൽ പോയാൽ 24 മണിക്കൂർ 7 മണിക്കൂറേ ഉറങ്ങാവും. അതിന്റെ മുകളിലേക്ക് പോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഉറക്ക് കൂടിയാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് നല്ല വഴി കാണിച്ചു തരുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഏതൊരു ശരീരവും എന്നും ചിന്തിക്കണം, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു. ഏതുപോലെ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ, പ്രഷറൊക്കെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇന്നത്തെ ലെവൽ എങ്ങനെയാണോ നോക്കുന്നത്? ഇന്നത്തെ ഷുഗർ എത്ര ഉണ്ട്, ഏറെയാണോ കുറവാണോ, നോർമലാണോ എന്നാണ്. ഇങ്ങനെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ദിവസം ചെക്ക് ചെയ്യുന്ന, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെക്ക് ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിന്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഇത് മുഹാസബത്താണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൽ തൻദുർ നഫ്സുൻ, നിങ്ങളുടെ മനസ്സിന് ഇതുപോലെ ഒരു ടെസ്റ്റുകളൊന്നും നടത്തണം. നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇന്നലെ എത്ര ഉറങ്ങി, എത്ര മണിക്കൂർ ഉറങ്ങി, എന്തൊക്കെ ചെയ്തു, നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഓരോ ദിവസവും ഒരു മനുഷ്യൻ വിചാരണക്ക് വിധേയമാക്കണം. അവന്റെ ആത്മീയ രംഗം ഇപ്പൊ നിലനിൽക്കുന്ന ലെവലെങ്ങനെയാണ് എന്ന് ഓരോ ദിവസവും പഠന വിധേയമാക്കാൻ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നല്ല മനുഷ്യർ അങ്ങനെ ചെയ്യും. പക്ഷെ ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാൽ ഇതൊക്കെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ ആകെ മടിയനായി അലസനായി നമ്മൾ കിടക്കും. അപ്പൊ രാത്രി കുറഞ്ഞ മണിക്കൂർ, പകൽ ഇറക്കിയ 2 മണിക്കൂർ, എല്ലാം കൂടി കൂട്ടിയാൽ 7 മണിക്കൂറിലധികം നമ്മുടെ ഉറക്ക് നീണ്ടു പോവാതിരിക്കുക. വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമുക്ക് ദിക്ർ ചൊല്ലാം, ഖുർആൻ പാരായണം നടത്താം, ദുആ നിസ്കരിക്കാം, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇങ്ങനെ കൂലി കിട്ടുന്ന ധാരാളം കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ മുഴുകാൻ നമുക്ക് കഴിയും. والذين يبيتون لربهم سجدا وقياما. അല്ലാഹുവിന്റെ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ ഇബാദ്, രാത്രിയായാൽ അവർ എഴുന്നേൽക്കും, റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നവരാണ്. ചില ആളുകൾ അവർ മൊത്തത്തിലായി കാണും. ദീർഘമായ സൂറത്തുകൾ ഓതിയിട്ട് അവർക്ക് ഹിഫ്ളുള്ള വലിയ സൂറത്തുകൾ പാരായണം ചെയ്ത് രാത്രി സമയത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നവർ, നമുക്കൊക്കെ നിസ്കരിക്കുമ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഖുൽഹുവല്ലാഹു അഹദ്, അതിനേക്കാളും ചെറിയ സൂറത്തുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ഓതുക. അല്പം നൃത്തം നീളുന്നത് നമുക്ക് വിഷമകരമാണ്. എന്നാൽ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഹിഫ്ളുള്ള സൂറത്തിന്റെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണോ ആ സൂറത്ത് ഓതിയിട്ട് റബ്ബിന്റെ മുമ്പിൽ രാത്രി നിസ്കരിക്കുന്നവർ, സുജൂദിൽ കിടക്കുന്നവർ, നീണ്ട സുജൂദിൽ കിടക്കുന്നവർ, ഇവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. ഈ വക റഹ്മത്തുകളിലൊക്കെ പടച്ചവൻ കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ്. ഇതൊക്കെയാണ് റഹ്മത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ റഹീം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം റഹ്മാനും റഹീമും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. പാരത്രിക ലോകത്ത്, അനന്തമായ ലോകത്ത് റഹ്മത്ത് അവിശ്വാസികൾക്ക് ലഭിക്കുന്നതല്ല. ദുനിയാവിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വിശ്വാസികൾക്കുമുണ്ട്, അവിശ്വാസികൾക്കുമുണ്ട്. രാജ്യത്ത് മുഖ്യമന്ത്രിയാവാൻ തഹജ്ജുദ് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഭൗതിക ലോകത്ത് ഉയർന്ന തസ്തികളിലെത്താൻ ഒരാൾ മുഅ്മിനാവേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും അല്ലാഹു കൊടുത്തേക്കാം.
പക്ഷേ പാരത്രിക ലോകത്ത് സ്വർഗ്ഗത്തുന്നതിന്റെ പരിമളം ആസ്വദിക്കാൻ ഈമാനില്ലാത്തവർക്ക് കഴിയില്ല. മുഅ്മിനീങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അവിടെ വെള്ളം കുടിക്കാൻ അവർക്ക് വെള്ളം ലഭിക്കുന്നവർ, അതുപോലെ ഭക്ഷണം കിട്ടുന്നവർ എല്ലാം ആരാണ്? റബ്ബിനെ വിശ്വസിച്ചവർക്ക് മാത്രമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ അഅറാ മാ കാനൂ ഖത്തു. പാരത്രിക ലോകത്ത് ധരിക്കാൻ വസ്ത്രമില്ലാതെ നഗ്നരായിക്കൊണ്ട് അവിടെ ഹാജരാക്കപ്പെടുന്നു. ഇതുവരെ അങ്ങനെ ഒരിക്കലും അവർ വിശന്നിട്ടുണ്ടാവുകയില്ല. അത്രയും വലിയ കാഠിന്യ വിശപ്പോടുകൂടെയാണ് അവരവിടെ ഹാജരാക്കപ്പെടുന്നത്. ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചിട്ട് അതുപോലെ അവർ വിശപ്പ് സഹിച്ചിട്ടില്ല. ഇതുവരെ അതുപോലെ ദാഹം സഹിച്ചിട്ടില്ല. അത്രയും വലിയ ദാഹത്തോടുകൂടെയും വിശപ്പോടുകൂടെയും പാരത്രിക ലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹുവിൽ വിശ്വസിച്ചവൻ അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് നൽകിയാൽ പാരത്രിക ലോകത്ത് അല്ലാഹു ഇവന്റെ വസ്ത്രം ഇവനിക്ക് അകർക്കാനുള്ള ഡ്രസ്സ് നൽകുന്നു. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന ലക്ഷ്യത്തിൽ ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം കൊടുത്തവൻ അവൻ അല്ലാഹു അവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആർക്കെങ്കിലും ദാഹം തീർക്കാൻ വെള്ളം കൊടുത്തവൻ അല്ലാഹു തആല ആ സമയത്ത് അവൻ അവിടെ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. വമൻ അമില ലില്ലാഹി അല്ലാഹുവിന്റെ വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പാരത്രിക ലോകത്ത് അവനെ വലിയ സമ്പന്നനാക്കുന്നു. വമൻ അഫാ ലില്ലാഹി അഫാഹു അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ അവനെ വിഷമിപ്പിച്ച ആർക്കെങ്കിലും അവൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ പാരത്രിക ലോകത്ത് ഏറ്റവും കൂടുതൽ അഫൂവുള്ള ആവശ്യം വരുന്ന സമയമാണ്. അല്ലാഹു ആ സമയത്ത് അവന് പ്രത്യേകം അഫൂ ചെയ്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം ഇത്രയും വിശാലമായ ഒരു കാരുണ്യത്തിന്റെ മനസ്സ് നമുക്ക് വേണ്ടതുണ്ട്. ആ മനസ്സൊക്കെ ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടണം. ഏത് ചോദ്യത്തിൽ നിന്ന്? അല്ലാഹുമ്മ റഹ്മനി, പടച്ചവനെ എനിക്ക് റഹ്മത്ത് ചെയ്തുകൊണ്ടാ. ഈ റഹ്മത്തിന്റെ വലുപ്പം, ആ വിശാലത നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യം ആ പാരത്രിക ലോകത്ത് ഗുണകരമാവുന്നത്. അതൊക്കെ നമുക്ക് നേടിയെടുക്കണം, എനിക്ക് കിട്ടണമെന്ന ചിന്താഗതിയിൽ ആത്മീയമായി ഒരു പടി ഞാൻ മുന്നിലേക്ക് എത്തണം. കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്. ഈ റമദാൻ കഴിയുമ്പോഴേക്കും റമദാനിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കണം. എനിക്ക് ദുനിയാവിൽ ആഖിറത്തിലും എല്ലാം എനിക്ക് സൗഭാഗ്യം കൊണ്ട് നിറഞ്ഞിരിക്കണം. ഏത് പരീക്ഷണങ്ങളിൽ നിന്നും വിജയിക്കാൻ അതിനുള്ള മാർഗം എനിക്ക് ലഭിച്ചിരിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടണം. വിശപ്പുള്ളവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം അതിന്റെ മാർഗങ്ങൾ ശരിയാവണം. മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടണം. ഇതൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് സാധ്യമല്ല. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് 1000 പ്രാവശ്യം ഈ വിശുദ്ധ റമദാനിന്റെ 10 ദിനങ്ങൾ കഴിയുന്നതിന്റെ മുമ്പായി ചൊല്ലിത്തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ വിശുദ്ധ റമദാൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ഈ നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 12 അല്ലെങ്കിൽ 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഹത്തായ ഇബാദത്ത്. ആ ഇബാദത്തിന്റെ സമാപ്തി കുറിക്കുന്ന നോമ്പ് തുറവിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരായ മനുഷ്യരെ നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണം കൊണ്ട്, തന്റെ സമ്പാദ്യം കൊണ്ട് ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ നോമ്പനുഷ്ഠിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ച ആൾക്ക് ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ ഫത്തറ സ്വാഹിമൻ കാന ഇത്ഖ റഖബത്തിൻ. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ
അവന്റെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കാൻ അതിന് സാധിക്കുന്നു. മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതിന് നല്ല നിയ്യത്തുണ്ടാക്കി ചെയ്താൽ മതി. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട, കൈവലക്ക് മുന്നിട്ട് കൊടുക്കൊന്നും വേണ്ട. നല്ല നിയ്യത്തോടുകൂടെ ഹലാലായ റിസ്ക് കൊണ്ട് ഒരു 10 നോമ്പുകാരെ അല്ലെങ്കിൽ 100 നോമ്പുകാരെ അല്ലെങ്കിൽ 300 നോമ്പുകാരെ ഞാൻ നോമ്പ് തുറപ്പിച്ചാൽ എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ മാർഗമാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലല്ലോ. സ്വഹാബത്ത് ദരിദ്രരായ ധാരാളം സ്വഹാബത്തുണ്ട്. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇന്നൊരു നോമ്പ് തുറപ്പിക്കാൻ കഴിയാത്തവരായി ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. പല ആളുകൾ തുറപ്പിക്കാൻ സാധിക്കാത്തവർ ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും ഏതാനും നോമ്പുകാരൻ തുറപ്പിക്കാൻ കഴിയാത്തവരാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. സ്വഹാബത്ത് ആശങ്കപ്പെടുന്നു, നബിയേ, ഞങ്ങൾ പലർക്കും ഇത് ചെയ്യാൻ കഴിയൂലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ എന്താ വീട്ടിലുള്ളത്, വിശക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയേ, വീട്ടിൽ ഒന്നുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒരു സാധനം തരാനില്ലല്ലോ നബിയേ. ഇവിടൊക്കെ വീട്ടിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും. ഏത് സമയത്ത് ആര് വന്നാലും മാംസമുണ്ട്, മത്സ്യമുണ്ട്, പച്ചക്കറിയുണ്ട്, ഏത് ഐറ്റംസ് അരിയുമുണ്ട്, എന്തിനും പറ്റുന്ന അരികളുണ്ട്, എല്ലാം വീട്ടിൽ ഒരു ശൈഖുമില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ നോമ്പുകാരനാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്യുന്നു, മറ്റേ സുന്നത്ത് നോമ്പ് എടുക്കുക. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അക്കാലഘട്ടത്തിൽ ഒരു നോമ്പ് തുറപ്പിക്കാനൊന്നും ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാത്ത നിരവധി സ്വഹാബത്തുണ്ട്. അവർക്ക് ഈ ഭാരതീയ ലോകത്ത് ഈ ഗുണം കിട്ടണം, അതിനുവേണ്ടി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കൂലല്ലോ. തങ്ങൾ പറഞ്ഞു, സാധിക്കാത്തവ ഒരു മുറുക്ക് വെള്ളം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊടുത്ത്, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊടുത്ത്, അല്ലെങ്കിൽ മുറുക്ക് വെള്ളം കൊടുത്ത് നോമ്പ് തുറപ്പിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് ഞാൻ ഈ പറയുന്നത്. വയർ നിറയെ ഒരു നോമ്പുകാരൻ ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിക്കുന്നവർക്ക് ഇതിന്റെയും അപ്പുറമുണ്ട്. എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവർക്ക് വയർ നിറയെ വെള്ളം കൊടുക്കും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഒരു ഈ വർഷം വീട്ടിൽ വെച്ചുകൊണ്ടൊക്കെ ഇഫ്താർ നടത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ആ സംഖ്യ നിങ്ങൾ അസ്ഹറിലേക്ക് കൊടുക്കുക. അസ്ഹറിൽ 100 കണക്കിന് ചെറുപ്പക്കാരായ ആളുകൾ, മാലിന്യ സമയത്ത് നിങ്ങൾ ഒന്ന് നോക്കുക, കാണാൻ പറ്റും. ചെറുപ്പക്കാരായ ആളുകൾ മാത്രമാണ്, വയസ്സായ ആളുകൾ 1-2 ആളുകൾ മാത്രമായി മാലിന്യ നിസ്കാരത്തിന് പങ്കെടുക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ആരും ചാണ്ടി ഓടി പോവാറില്ല. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് അവിടെ ഇരിക്കും. എന്നാൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ഒരു ചെറിയ നസീഹത്തും അതൊക്കെ കേട്ട് നോമ്പ് തുറന്നു പോകുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ. ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങളൊക്കെ നല്ലോണം സംഭാവന ചെയ്യുക, എഴുതിക്കുക, അടുത്ത ദിവസങ്ങളിലായി കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്